കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല. കുടിശ്ശിക കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് വിതരണക്കാർ പറയുന്നത്. ആരോഗ്യമന്ത്രിയെ പ്രതിസന്ധി ധരിപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ ചർച്ചയിൽ ഉറപ്പു നൽകി. ഒക്ടോബർ വരെയുള്ള പണം കിട്ടാതെ മരുന്ന് വിതരണം വീണ്ടും തുടങ്ങില്ല എന്ന് വിതരണക്കാരും അറിയിക്കുന്നു. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, ഇതിപ്പോൾ പലതവണയായി ഇങ്ങനെ മരുന്ന് വിതരണം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക്. ഈ ഏറ്റവും കഷ്ടം പാവപ്പെട്ട രോഗികളാണ് ഇതിന്റെ ബലിയാടുകളായി മാറുക. അതുതന്നെയാണ് അതിന്റെ ഒരു പ്രാധാന്യവും, അല്ലെ? അപ്പൊ വിതരണക്കാർക്ക് കുടിശ്ശിക തീർത്തു കൊടുക്കാനുള്ള എന്തെങ്കിലും ഇത് കാണുന്നുണ്ടോ, വഴി കാണുന്നുണ്ടോ? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ മരുന്ന് വിതരണം നിലച്ചതോടെ വലിയ പ്രതിസന്ധിയാണ് ഉള്ളത്. രോഗികളും അതുപോലെ ബന്ധുക്കളുമൊക്കെ വലിയ പ്രയാസത്തിലേക്ക് നീങ്ങുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമൊക്കെ പല വിധത്തിൽ നടക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയത്. അതിൽ വിതരണക്കാരും അതുപോലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തത്. ഈ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഒക്ടോബർ വരെയുള്ള പണം ലഭ്യമായിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ക്ഷാമം വിധത്തിൽ തന്നെ തുടരും. തങ്ങൾ വിതരണത്തിന് ഒരുക്കമല്ല എന്നുള്ള കാര്യമാണ് വിതരണക്കാർ പറയുന്നത്. സെപ്റ്റംബർ വരെ 90 കോടിയോളം രൂപയാണ് അവർക്ക് ലഭ്യമാകേണ്ടത്. അതിലാണ് ഇപ്പോൾ അവർ ഈ ഒക്ടോബർ വരെയുള്ള പണം എങ്കിലും ലഭ്യമായാൽ തങ്ങൾ വിതരണത്തിന് ഒരുക്കമാണ് എന്നറിയിച്ചത്. പക്ഷേ ഇപ്പോഴും ആ പണം ലഭ്യമാവുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി സംസാരിച്ചിരുന്നു. അതിനൊടുവിൽ ഇപ്പോൾ 150 അവശ്യ മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടി വന്നിട്ടുണ്ട്. അത് കാരുണ്യ മെഡിക്കൽ ഷോപ്പ് വഴി ലഭ്യമാക്കും എന്ന കാര്യമാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ, അതായത് ഇവരുടെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് യോഗമുണ്ട്. ആ യോഗത്തിൽ ആരോഗ്യമന്ത്രിയെ ഇക്കാര്യം ധരിപ്പിക്കും എന്ന കാര്യമാണ് പ്രിൻസിപ്പലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും മരുന്ന് ക്ഷാമത്തിന് അറുതിയായിട്ടില്ല. ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്. നാളെ രാവിലെ 8 മണി മുതൽ മറ്റന്നാൾ രാവിലെ 8 മണി വരെ ഒരു ദിവസം നീളുന്ന ഒരു ഉപവാസ സമരത്തിനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. അതിൽ MK രാഘവൻ MP ആണ് ഉപവാസ സമരവുമായിട്ട് മുന്നോട്ട് പോവുക. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും ഈ ഉപവാസത്തിൻ്റെ ഭാഗമാകും. കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി.